Hi friends, it's me Niyaz Talapil. Welcome to another video of my channel. അപ്പോൾ നമ്മുടെ സൗജന്യ KCBയുടെ സോളാർ പാനലിന്റെ വീഡിയോ ഇങ്ങനെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംശയമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉയർന്നു വന്ന ഒരു സംശയമായിരുന്നു നമുക്ക് എങ്ങനെ വീട്ടിൽ ഒരു ചെറിയ സോളാർ പവർ പ്ലാന്റ് നിർമ്മിക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കുഞ്ഞു സോളാർ പവർ പ്ലാന്റ് എങ്ങനെ നിർമ്മിക്കാമെന്നും പിന്നെ അതുപോലെ ഞാനൊരു ചെറിയ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു എൻ്റയർ സോളാർ പവർ പ്ലാന്റ് നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ DIY അതായത് നമ്മൾ തന്നെ നിർമ്മിക്കുന്ന രീതിയിൽ ഞാൻ വീഡിയോസുകൾ ചെയ്യാം. അതായത് ഓരോ ദിവസം ഓരോ കോമ്പോണൻറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന്. അപ്പോൾ സോളാർ പാനൽ മാത്രം ഞാൻ നിർമ്മിക്കുന്നില്ല, കാരണം സോളാർ പാനൽ ലീഫുകളൊക്കെ നമുക്കിവിടെ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ സോളാർ പവർ പ്ലാന്റ് നമ്മളൊരു കിഡ്ലൻ സോളാർ പവർ പ്ലാന്റ് നിർമ്മിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഇനി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കൂ, ഞാൻ എന്ന വീഡിയോകൾ ഏറ്റവും ആദ്യം കാണുവാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നോർമലായിട്ട് നമ്മുടെ കേരളത്തിൽ രണ്ട് തരത്തിലുള്ള സോളാർ പവർ പ്ലാന്റുകളുണ്ട്. ഒന്ന് ഓൺ ഗ്രിഡും അതുപോലെ തന്നെ ഓഫ് ഗ്രിഡ് പവർ പ്ലാന്റുകളും. അപ്പോൾ ഓൺ ഗ്രിഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന എനർജി സ്റ്റോർ ചെയ്യാതെ നമുക്കൊരു ബാറ്ററിയുടെ ആവശ്യമൊന്നും ഇല്ലാതെ ഡയറക്റ്റായിട്ട് നമ്മൾ KCBക്ക് കൊടുക്കുന്ന രീതിയാണ്. ഇത് നമുക്കൊരു വരുമാന മാർഗവുമായിട്ട് ചെയ്യാം. ഓൺ ഗ്രിഡിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഞാനൊരു ഐ ബട്ടണിൽ നമ്മുടെ ഹംസ അഞ്ചുങ്ങൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് അത് പോയി വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് മുഴുവനായിട്ടും ഓഫ് ഗ്രിഡിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ ജനറേറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ്, അതായത് ഒരു ബാറ്ററി ഉപയോഗിച്ച്. ഒരു ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റ് നിർമ്മിക്കാൻ നമുക്ക് 4 കോമ്പോണൻസുകളാണ് ആവശ്യമായിട്ട് വരുന്നത്. അതിൽ ഒന്നാമത് നമ്മുടെ സോളാർ പാനൽ, പിന്നെ അതുപോലെ ചാർജ് കൺട്രോളർ, ബാറ്ററി, ഇൻവെർട്ടർ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സോളാർ പാനലിനെ കുറിച്ച് നോക്കാം. നോർമലായിട്ട് സോളാർ പാനലുകൾ എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടേഴ്സ് ആണ്. അതായത് PNN എന്ന് പറയുന്ന 2 സെമി കണ്ടക്ടേഴ്സ്, സിലിക്കണിൻ്റെ സെമി കണ്ടക്ടേഴ്സ് ലെയറായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലോട്ട് നമ്മുടെ ഫോട്ടോൺസ്, അതായത് സൺലൈറ്റ് വരുമ്പോൾ അവിടെ ഒരു PN ജംഗ്ഷൻ, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇവിടെ ഇലക്ട്രിസിറ്റി ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു DC വോൾട്ടേജ് ആണ് വരുന്നത്. സോളാർ പാനലുകൾ നമുക്ക് 12 വോൾട്ട്, 24 വോൾട്ട്, 48 വോൾട്ട് ഇങ്ങനെ 3 തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നോർമലായിട്ട് ഒരു സോളാർ പാനലിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് 25 വർഷമാണ്. കാരണം ഇതിലൊരു മെക്കാനിക്കൽ മൂവ്മെൻ്റ് ഒന്നും, അതായത് എങ്ങോട്ടും തിരിയാനോ മറിയാനോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ലൈഫ് കിട്ടുന്നതാണ്. പിന്നെ നോർമലായിട്ട് സോളാർ പാനലുകൾ വരുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലാസ് പൊട്ടുക, അതുപോലെ അതിൻ്റെ ചുറ്റുമുള്ള ഫ്രെയിം പൊട്ടുക എന്നതാണ്. ഒരുപാട് സോളാർ ലീഫുകൾ ഒതുക്കി വെച്ചതാണ് നമുക്കൊരു സോളാർ പാനലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നല്ല ബ്രാൻഡുകളായിട്ടുള്ള, അതായത് നമ്മുടെ ടാറ്റയുടെയും റിലയൻസിൻ്റെയും ഒക്കെ നല്ല ബ്രാൻഡായിട്ടുള്ള സോളാർ പാനലുകൾ യൂസ് ചെയ്യാം. രണ്ടാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചാർജ് കൺട്രോളേഴ്സാണ്. അപ്പോൾ ചാർജ് കൺട്രോളർ എന്ന് പറയുന്നത് നമ്മുടെ സോളാർ പാനലിൽ നിന്നും ചാർജ് വരികയും അത് ബാറ്ററിയിലോട്ട് സ്റ്റോർ ആകുകയും ചെയ്യുന്ന നടുവിൽ ഒരു ഡിവൈസാണ് ഉപയോഗിക്കുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററി ഓവർ ചാർജ് ആവാതിരിക്കാനും അതുപോലെ ഓവർ ചാർജ് എന്നാൽ നിങ്ങൾക്കറിയാം. ഓവർ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാർജ് പെട്ടെന്ന് കഴിയുന്ന രീതിയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാനാണ് നമ്മളിവിടെ ചാർജ് കൺട്രോളർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചാർജ് കൺട്രോളറുകൾ 2 ടൈപ്പ് ഉണ്ട്, PWM അതുപോലെ തന്നെ MPPT. PWM എന്ന് പറയുന്നത് പൾസ് വിത്ത് മോഡുലേറ്റഡ് എന്നാണ്. PWMനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മേലെ ഐ ബട്ടണിലുണ്ട്. പിന്നെ ആകുമ്പോൾ MPPT നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആണ്. മാക്സിമം പവർ പോയിന്റ് ട്രാക്ക് എന്നാണ് പറയുന്നത്. അതായത് ഒരു ചാർജിൻ്റെ മാക്സിമം അവർ യൂസ് ചെയ്യും, നമ്മുടെ ബാറ്ററിയിലോട്ട് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. ഇത് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് MPPT ആണ്, കാരണം MPPT ആണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ഒരു ബാറ്ററി ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഇതിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട്. അപ്പോൾ ഒരു MPPT നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സോളാർ പാനലിൻ്റെ വാട്ട്സ് വെച്ചിട്ടാണ്, നമ്മൾ എത്ര വാട്ട്സിൻ്റെ സോളാർ പാനലാണോ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിനൊരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം, നമുക്ക് എങ്ങനെ ഒരു MPPT സെലക്ട് ചെയ്യാവുന്നത്. MPPTയിൽ നമ്മൾ ആദ്യം നോക്കുന്നത് അതിൻ്റെ വോൾട്ടേജ്, അതായത് 12 വോൾട്ട്, 24 വോൾട്ട്, 48 വോൾട്ട്, ഇതിൽ ഏത് വോൾട്ടാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, അതുപോലെ അതിൻ്റെ കറണ്ട്, എത്ര കറണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മളൊരു MPPT സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് നിങ്ങൾ എത്ര വാട്ട്സ് ആണോ ഉപയോഗിക്കുന്നത് അതിനെ ഡിവൈഡ് ചെയ്യുക നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്ന്. അതായത് ഇപ്പോൾ ഞാനൊരു 100 വാട്ട്സിൻ്റെ പാനലാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ പാനലിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 12 വോൾട്ടേജാണ്. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 100 ഡിവൈഡഡ് ബൈ 12 നമുക്കൊരു ആൻസർ കിട്ടും. അത് നമുക്ക് ഏകദേശം 8.33 ആണ്. അതിൻ്റെ കൂടെ നമ്മളൊരു 25% കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 25 വെച്ചാൽ നമുക്കൊരു 11 ആംസ്. അപ്പോൾ നമുക്ക് ആവറേജ് ആയിട്ടൊരു 10 ആംസ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള
MPPT വാങ്ങണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ഏതാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ട MPPT എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ കുറച്ച് MPPTയുടെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള യൂസേജ് ഞാൻ ഉപയോഗിക്കാത്തത് കൊണ്ട് എനിക്ക് അത്ര അഷ്യൂറിറ്റി ഒന്നും പറയാൻ കഴിയില്ല. അപ്പോൾ മാക്സിമം ഞാനതിൻ്റെ റിവ്യൂസ് നോക്കിയിട്ട് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബാറ്ററിയാണ്. അപ്പോൾ നോർമലായിട്ട് 2 തരം ബാറ്ററിയാണ് നമ്മൾ സോളാറിന് ഉപയോഗിക്കുന്നത്. ഒന്ന് ലിഥിയം അയോൺ ബാറ്ററിയും അതുപോലെ ലെഡ് ബാറ്ററിയും. അപ്പോൾ ലെഡ് ബാറ്ററി എന്ന് പറയുന്നത് നമ്മൾ നോർമലായിട്ട് കാണുന്ന കാർ ബാറ്ററി അല്ലെങ്കിൽ നമ്മുടെ ഇൻവെർട്ടർ ബാറ്ററി ഇങ്ങനെയുള്ളതാണ്. ലിഥിയം അയോൺ ബാറ്ററി എന്ന് പറയുന്നത് നമ്മുടെ പവർ ബാങ്കുകളിലും മൊബൈൽ ഫോണുകളിലൊക്കെ ഉള്ള ബാറ്ററിയാണ്. അപ്പോൾ ഈ ഒരു 2 ബാറ്ററിയിലും ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈസ് റേഞ്ചാണ്, അതുപോലെ കപ്പാസിറ്റി ആൻഡ് സൈസ്, അതിൻ്റെ വലുപ്പവും അതിൻ്റെ ടോട്ടൽ സ്റ്റോറേജ് കപ്പാസിറ്റിയാണ്. അപ്പോൾ ലിഥിയം ബാറ്ററി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എക്സ്പെൻസ് ആയിട്ടും വരും. പക്ഷേ ലിഥിയം ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ 10 ആംപ്സ് ആണ് ലിഥിയം കപ്പാസിറ്റിയുടെ സ്റ്റോറേജ് എന്ന് വെച്ചാൽ അത് നമുക്ക് 80% ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററി ആണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് 10 ആംപ്സിൻ്റെ ബാറ്ററിയിൽ നമുക്ക് ജസ്റ്റ് 5 ആംപ്സ്, അതിൻ്റെ 50% മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ എൻ്റെ രീതിയിൽ പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററി തന്നെയാണ്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇൻവേർട്ടറാണ്. ഇൻവേർട്ടർ നിങ്ങൾക്ക് മാർക്കറ്റിൽ പല രീതിയിലുള്ള ഇൻവേർട്ടേഴ്സ് ഉണ്ട്. ഏകദേശം 5 വർഷം മുതൽ 10 വർഷം വരെ വാറണ്ടി നൽകുന്ന ഇൻവേർട്ടേഴ്സ് ഇപ്പോൾ നമ്മുടെ നോർമൽ മാർക്കറ്റുകളിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ചോദ്യം ഉണ്ടാകുന്ന, നിങ്ങളുടെ വീട്ടിൽ ഇൻവേർട്ടർ ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലോട്ട് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ എന്നത്. ഈ ഒരു സോളാർ പവർ പ്ലാൻ തീർച്ചയായിട്ടും പറ്റും. നമുക്ക് അവിടെ ഒരു സോളാർ പാനലും ഒരു MPPTയുടെയും ആവശ്യം മാത്രമേ ഉള്ളൂ. ഇൻവേർട്ടർ നോർമലായിട്ടുള്ള ഇൻവേർട്ടർ നമുക്ക് അതിലോട്ട് ബാറ്ററിയിലോട്ട് നമ്മൾ ചാർജ് കൺട്രോളറിലൂടെ കണക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ആയാലും വളരെയേറെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സംശയമായിരിക്കും, നമുക്ക് ഈ ഒരു സോളാർ പവർ പ്ലാൻ എത്ര സമയം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു 100 വാട്ടിൻ്റെ സോളാർ പാനലാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര സമയം ചാർജ് കിട്ടുമെന്നൊക്കെ. അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു ഓഫ് ഗ്രിഡ് പവർ പ്ലാന്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ബാറ്ററിയാണ്. അപ്പോൾ ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ആംസ് ഹവറിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു ചെറിയ ഇക്വേഷൻ ഉണ്ട്. അതായത് നമുക്ക് നമ്മുടെ ബാറ്ററി സ്റ്റോറേജ് ഗുണനം നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജ് ഗുണനം, രണ്ടും കൂടി ഗുണിച്ച് നമുക്ക് അതിലൊന്ന് ആൻസർ കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്കൊരു 100 വാട്ട് ഹവറാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കൊരു 5 വാട്ട്സിൻ്റെ ഒരു ബൾബാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് 20 ബൾബ് 1 മണിക്കൂർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ 5 വാട്ട്സിൻ്റെ ബൾബ് നമ്മൾ 10 ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ 2 ഹവർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ നിങ്ങൾ ബാക്കി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് എന്ന്. 3 ബൾബാണോ 4 ബൾബാണോ അതിൻ്റെ വാട്ട്സും അതുപോലെ ഞാൻ ഈ പറഞ്ഞ ഇക്വേഷനും ഒന്ന് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ചോദ്യങ്ങളുമാണ് എനിക്ക് ഓരോ വീഡിയോകൾക്കും ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഫ്രീ ആയിട്ട് കമൻറ്റ് ചെയ്യുക, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.